ഏറ്റവും വലിയ ദുഃഖം എന്റെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് വെറുക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്ത ആ സ്ത്രീയുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നതാണ്. അതുവരെ എന്നിൽ നിന്നും എല്ലാം മറച്ചു വെക്കാൻ എന്റെ മക്കൾക്കും മരുമക്കൾക്കും എങ്ങനെ തോന്നിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതില് അവരെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ കഴിയില്ല മാഷെ. ഒരച്ഛനെന്ന നിലയ്ക്ക് ഈ വിവരം അറിയുമ്പോൾ മാഷ് എത്രമാത്രം സങ്കടപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയെങ്കിലും പഞ്ചാടി മോളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്ന് മാഷിനെ അങ്ങനെ ഒരു സങ്കടത്തിൽ കൊണ്ടുവന്ന് എത്തിക്കരുതെന്ന് മാത്രമേ അവരുദ്ദേശിച്ചിട്ടുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു കുട്ടിയെ ഒരച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ വേറെ ആർക്കെങ്കിലും കഴിയൂ രാമനാഥ? അവരെന്നോട് ആദ്യമേ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടുപോയി. പോലീസ് എന്താ പറഞ്ഞത്? അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു തരില്ലേ? അവര് ഗൗരവമായിട്ട് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നത് ജീവൻ രാജ് മഞ്ചാടിയെ വശീകരിച്ച് കൊണ്ടുപോയി എന്നുള്ള നിലയിലാണ്. രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞ ഊർജിതമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലത്രേ. അത് ശരിയാ. പ്രായപൂർത്തിയായ രണ്ടുപേര് സ്വന്തം ഇഷ്ടത്തിന് പുറപ്പെട്ട പോലീസ് എന്താ അന്വേഷിക്കാനാ? നമ്മുടെ നിയമം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ ഞാനും അങ്ങനെ ഒരു പരാതി കൊടുക്കാനായി തീരുമാനിച്ചത് അതുകൊണ്ടാ. എത്രയും വേഗം എന്റെ മോളെ എനിക്ക് കാണണം, അവളോട് സംസാരിക്കണം. തെറ്റാണെങ്കിലും അവളെ അവൻ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമെന്ന് ഞാനും പറയാൻ അതാ കാരണം. അതിലൊരു തെറ്റുമില്ല മാഷെ. നമ്മുടെ കുട്ടിയെ മുമ്പൊരിക്കൽ ഈ പയ്യൻ ചതിക്കാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് അവനോട് ഇനി ഒരു ദയയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടിയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനൊത്ത് പറക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം. രക്ഷിതാക്കളോ മുതിർന്ന സഹോദരങ്ങളോ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച നല്ല വഴിയെങ്ങാനും ഉപദേശിച്ചു കൊടുത്ത അതവർക്ക് സ്വാതന്ത്ര്യമില്ലായ്മയായി മാറും. എന്നാൽ അവരുടെ സ്വാതന്ത്ര്യം അവരെ പലപ്പോഴും എത്തിക്കുന്നത് ഒരിക്കലും കരകയറാനാവാത്ത പടുകുഴിയിലേക്കാണെന്ന് പാവം മക്കൾക്കറിയില്ല. ഈ കാലം അങ്ങനെയായിപ്പോയി മാഷെ. സ്വപ്നം കണ്ടു വളർത്തിയ അച്ഛനമ്മമാർക്കിപ്പോ കണ്ണീര് തോർന്ന സമയമില്ല. പേടിയപ്പോ പലർക്കും നാളെ തൻ്റെ മകനോ മകളോ എന്ത് പാതക ചെയ്തു കൂട്ടുക എന്നുള്ള പേടി. പുതിയ തലമുറ രാത്രി പകലാക്കുമ്പോ ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മൾ രക്ഷിതാക്കൾക്കാണ്. എന്റെ മകൾ ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് കരുതുന്ന എന്നെ പോലുള്ള ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാവും രാമനാഥ. അങ്ങനെയുള്ളവരാണ് ആദ്യം തന്നെ തകർന്നു പോകുന്നത്. എന്റെ മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്നവനാണ് ഞാൻ. എന്നിട്ടും ഒരു വാക്ക് എന്നോട് പറയാതെ അവള് പോയി കളഞ്ഞു. എന്തിനാ എന്റെ മോൾ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രാമനാഥ. ചെറിയ മനസ്സല്ലേ മാഷെ. ഈ വേദന അറിയണമെങ്കിൽ അവൾ ഇനിയും ഒരുപാട് വളരണം. മാഷ് സമാധാനിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ മാഷിന്റെ മകള് മാഷിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. അച്ഛന്റെ വേദന മനസ്സിലാക്കിയില്ലെങ്കിലും അച്ഛനിൽ നിന്ന് ഇതുവരെ അനുഭവിച്ച സ്നേഹം അവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ.
വാ. എത്ര ചേട്ടാ? 200. വാ മഞ്ചാടി. വാ മഞ്ചാടി. ഇത് നമ്മുടെ വീടാ. എൻ്റെ അച്ഛനും അമ്മയും നമ്മളെ കൈവിടില്ല. വാ. വാ. അവിടെ നിൽക്ക്. നീ എവിടെയായിരുന്നു ഇതുവരെ? ആരാ ഇത്? നീ ഇവിടുന്ന് തനിച്ചായിരുന്നല്ലോ പോയത്. തിരിച്ചു വരുമ്പം ഒരു പെണ്ണ് കൂടെ ഉണ്ടാവുമെന്ന് പോകുമ്പോ പറഞ്ഞിരുന്നില്ലല്ലോ. അമ്മേ, മഞ്ചാടിയും അച്ഛനും അമ്മയ്ക്കും അറിയാലോ, ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. ചില പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നു. ഓഹോ, വിവാഹം കഴിച്ചിട്ടാണോ വന്നത്? കൊള്ളാം. അപ്പോ ഇങ്ങനെ വന്നാ പോരല്ലോ. ആരതി എടുത്ത് സ്വീകരിക്കേണ്ടേ രജനി ഇവരെ? അതിനെന്താ, ആരതി എടുത്ത് തന്നെ സ്വീകരിക്കാം. പക്ഷെ ഇവർ കല്യാണം കഴിച്ചാണെന്നതിനെ എന്തെങ്കിലും തെളിവ് വേണ്ട ചേട്ടാ. അത് വേണം. ഇവന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കാറുള്ള നമ്മളോടൊരു വാക്ക് ചോദിക്കാതെയല്ലേ ഇവൻ ഇങ്ങനെ ചെയ്തത്? നിന്റെ വീട്ടുകാരോട് നീ സമ്മതം ചോദിച്ചായിരുന്നോ മഞ്ചാടി? ഇല്ല, അവർക്കെല്ലാം അറിയായിരുന്നു. എന്റെ വീട്ടുകാർ ഞങ്ങളെ പിരിക്കുമെന്ന് തോന്നിയപ്പോഴാ ഞങ്ങൾക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും പിറകെ നടന്ന് അവര് ഞങ്ങളെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാച്ചാ. ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്, കൈവിടരുത്. നീ ഞങ്ങളെ മകന്റെ ഭാര്യയായിട്ടാ വന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നിന്നെ കൈവിടില്ല മോളെ. രജനി, ആരതി എടുത്തിട്ട് വാ. ആരതി എടുക്കാം. അതിനു മുമ്പ് മഞ്ചാടി മോളുടെ കഴുത്തില് എന്റെ മോൻ കെട്ടിയ താലി ഒന്ന് കാണിക്ക്. എവിടെ? മോളുടെ കഴുത്തില് താലി അമ്മ കാണട്ടെ. എന്താ, താലി കെട്ടിയില്ലേ? ഇല്ലച്ചാ.